നമസ്കാരം. ഇന്നൊരു കഥയാ പറയാനുള്ളത്. പണ്ടൊരു കാട്ടിലൊരു പക്ഷി ഉണ്ടായിരുന്നു. ആ പക്ഷിക്ക് നിറമുള്ള കല്ലുകൾ വളരെ ഇഷ്ടമായിരുന്നു. അവളെ നിറമുള്ള കല്ലുകളെല്ലാം പെറുക്കി ഒരു ബാഗിലാക്കി അതും ചുമന്നുകൊണ്ട് പറക്കാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ അവളുടെ ഈ കല്ല് പെറുക്കുന്ന സ്വഭാവം കൂടിക്കൂടി വന്നു. ബാഗിന്റെ ഭാരം കൂടിക്കൂടി വന്നു. എന്നിട്ടും അവൾ ആ കല്ലുകളെല്ലാം വീണ്ടും വീണ്ടും പെറുക്കി കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു മൂങ്ങ അവളെ കണ്ടു. അപ്പൊ മൂങ്ങ അവളോട് ചോദിച്ചു, എന്താണ് നിന്റെ ബാഗിലെന്ന്. അപ്പൊ അവള് പറഞ്ഞു, ഈ ബാഗിനകത്ത് എന്റെ എല്ലാം ഉണ്ട്. എന്റെ സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിതാനുഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ആ മൂങ്ങ തിരിച്ചു ചോദിച്ചു, നീ ഇപ്പോൾ ജീവിക്കുന്നില്ലേ? നിന്റെ ഈ ബാഗും ചുമന്നുകൊണ്ട് നീ നടക്കുമ്പോൾ നീ ഇപ്പോൾ ജീവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവൾക്ക് ഭയങ്കര ദേഷ്യം വന്നു മൂങ്ങയോട്. ദേഷ്യത്തോടെ അവൾ പറന്നകന്നു. അവൾ വീണ്ടും ആ കല്ലുകൾ പെറുക്കിക്കൊണ്ടിരുന്നു. നിറമുള്ള കല്ലുകൾ എവിടെ കണ്ടാലും അവൾ പെറുക്കി ബാഗിലിടും. അതും ചുമന്നുകൊണ്ടാണ് അവൾ പറക്കുന്നത്. ചിറകുകൾക്ക് ഈ ഭാരം താങ്ങാൻ പറ്റാതെ അവൾ പിന്നെ ആ ബാഗ് വലിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ കാട്ടിൽ ഭയങ്കരമായ മഴ പെയ്തു. ഈ പക്ഷി ഈ ബാഗും വലിച്ചുകൊണ്ട് പോയപ്പോ അറിയാതെ തെന്നി വീണു. ആ വീണപ്പോൾ അവളുടെ ബാഗ് അവളുടെ മുകളിലായിപ്പോയി. മറ്റു പക്ഷികൾ പറന്നു വന്ന് നോക്കിയപ്പോഴത്തേക്ക് ഈ പക്ഷി ചത്തിരുന്നു. അപ്പോഴതാ നമ്മളുടെ പഴയ മൂങ്ങ വരുന്നു. ആ മൂങ്ങ വന്നിട്ട് അവൻ പിറുപിറുത്തു, അനുഭവങ്ങൾ നമുക്ക് വഴികാട്ടിയാവണം, ചൂണ്ടുപലകയാവണം. അത് നമുക്ക് ഭാരമാവരുത്. നമ്മൾ പലരും ജീവിക്കുന്നത് ഇതേപോലെയാ, ഈ പക്ഷിയെ പോലെയാ. നമ്മളുടെ ദുരനുഭവങ്ങൾ നമ്മൾ കളയത്തേയില്ല. അത് പെറുക്കി കൂട്ടി ഒരു ബാഗിനകത്താക്കിക്കൊണ്ട് നടക്കും. എന്തെങ്കിലും ഒരു റീസൺ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള അവസാനം വരെയുള്ള ദുരനുഭവങ്ങളെല്ലാം ഒന്നിച്ച് തലേന്ന് പുറത്തു വരും. ഇത് കേൾക്കുന്ന പലരും വിചാരിക്കും, എന്തൊരു മെമ്മറി പവറാണ് ഇത്രയേറെ കാര്യങ്ങൾ ഒന്നിച്ചോർത്ത് വയ്ക്കുന്നത്. ഈ പറയുന്നതിൽ ഒരു നല്ല കാര്യം പോലും ഉണ്ടാവില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ നമ്മളൊക്കെ മാനസിക രോഗാവസ്ഥയിലേക്ക് എത്തുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ഈ ഭാരം ചുമന്നുകൊണ്ട് കിടക്കും. ചിലര് പറയില്ലേ, ഞാൻ മറക്കില്ല, ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല എന്നൊക്കെ. മറന്നിട്ടില്ലെങ്കിലും ക്ഷമിച്ചിട്ടില്ലെങ്കിലും ആർക്കാണ് കുഴപ്പം? ക്ഷമിക്കാതിരിക്കുന്ന ആൾക്ക് തന്നെയാണ്, മറക്കാതിരിക്കുന്ന ആൾക്ക് തന്നെയാണ്. നിങ്ങളോട് വേറൊരാൾ എന്തെങ്കിലും കുഴപ്പം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ആ ചെയ്തതിന് കാരണം പലതായിരിക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സൊസൈറ്റി പല വിധത്തിലാണ്, പല വിധത്തിൽ ഉപദ്രവിക്കാൻ കാത്തു നിൽക്കുന്നവരാണ്. കാരണം നമ്മൾ കാസ്റ്റ് കൊണ്ട്, റിലിജ്യൻ കൊണ്ടൊക്കെ ഒരാളിൽ നിന്ന് വേറൊരാള് മുൻപനാണ്, മുകളിലാണ്. ആണും പെണ്ണും തമ്മിലുള്ള ആരാണ് മുമ്പിൽ, ആരാണ് ചെറുത് എന്നുള്ള കോമ്പറ്റീഷനാണ്. നമ്മുടെ സമൂഹം മൊത്തം അങ്ങനെയാണ്. കാസ്റ്റ്, റിലിജ്യൻ, വലിപ്പം, സൗന്ദര്യം, പൈസ, അങ്ങനെ പലതുകൊണ്ടും നമ്മൾ വലിപ്പവും ചെറുപ്പവും ഉള്ളവരാണ്. അപ്പോൾ ഒരാൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നത്, മാനസികമായി പീഡിപ്പിക്കുന്നത് സർവ്വസാധാരണമാണ്. നമുക്ക് ആരെങ്കിലും വേദന തന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ആരെങ്കിലും നമ്മളെ പീഡിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ അവരോടുള്ള വൈരാഗ്യം കൊണ്ട് നടന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതായിരിക്കും നല്ലത്. അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവുമ്പോൾ ആ സാഹചര്യം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലാതെ ഞാൻ അവനോട് മറക്കില്ല, ഞാൻ ഇവളോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാതിരിക്കുന്നയാളെ രോഗിയാകും. ഈ പക്ഷിയെ പോലെ ഈ ഭാരം ചുമന്നുകൊണ്ട് നടന്ന് അവസാനം മാനസിക രോഗാവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെടും. അതുകൊണ്ട് ക്ഷമിക്കുക, മറക്കുക, മുന്നോട്ട് പോവുക. അതാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ രഹസ്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.